ശ്രീ മുഹമ്മദ് അജ്മൽ, നമ്മൾ ചർച്ചയുടെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ AI ആധിപത്യത്തിന്റെ അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിലേക്ക് കൂടി വരുമ്പോൾ നേരത്തെ ഇവിടെ ഓരോ രാജ്യങ്ങളുടെ നിലപാടുകൾ, കുത്തകകളുടെ കാര്യമൊക്കെ പറയുകയുണ്ടായി. വരും ദിവസങ്ങളിൽ എങ്ങനെയൊരു നയമാണ് ഉണ്ടാകേണ്ടത്? ഞാൻ പറഞ്ഞതുപോലെ ഒരു കൊളാബറേഷൻ എന്നുള്ളത് ഈ ഒരു മേഖലയിൽ വളരെയധികം അത്യാവശ്യമാണ്. ഇപ്പോൾ പെർപ്ലക്സിറ്റിയുടെ ഫൗണ്ടർ അരവിന്ദ് ശ്രീനിവാസ് IIT മദ്രാസ് ഗ്രാജുവേറ്റ് ആണ്, ഇന്ത്യക്കാരനാണ്. ഇതേപോലെ തന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള മേഖലകളിൽ വർക്ക് ചെയ്യുന്ന ഗൂഗിളിന്റെയും അതേപോലെ തന്നെ ഓപ്പൺ എയുടെയും എല്ലാം തലപ്പത്തുള്ള ഇന്ത്യക്കാരായിട്ടുള്ള ആളുകളുണ്ട്. ഇത്തരക്കാരെ നമുക്ക് ഇത്തരം മേഖലകളിൽ എക്സ്പെർട്ടീസ് ഉള്ള ആളുകളെ ഒരുമിച്ച് കൂട്ടി നമുക്ക് വിശാലമായിട്ടുള്ള ഒരു നയം ഈ വിഷയത്തിൽ ഉണ്ടാവേണ്ടതുണ്ട്. തീർച്ചയായിട്ടും ഗവേണൻസ്, എത്തിക്സ് തുടങ്ങിയ വിഷയങ്ങളിൽ വലിയ ചർച്ചകൾ നടക്കേണ്ട ഒരു സമയത്താണ് നമ്മൾ ഉള്ളത്. കാരണം ഇതിന്റെ ഒരു ഫൗണ്ടേഷണൽ ടൈമാണ്. AI എത്രത്തോളം എത്തിക്സ് ഫോളോ ചെയ്യുന്നുണ്ട്, AI റിസർച്ച് എത്രത്തോളം എത്തിക്സ് ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഓപ്പൺ എയുടെ ഫൗണ്ടേഴ്സ് അടക്കമുള്ള ആളുകൾക്ക് പേടിയുണ്ട്, ഭയമുണ്ട് എന്നുള്ള രീതിയിലുള്ള പ്രസ്താവനകളൊക്കെ വന്നിരുന്നു. അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും റെഗുലേഷൻസ് കാര്യങ്ങളെ കുറിച്ച് വളരെ ഗൗരവകരമായിട്ട് തന്നെ ആലോചിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഈ അപ്സ്കില്ലിംഗ് എന്നുള്ള ഒരു മേഖലയിലാണ് നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധ പതിപ്പിക്കേണ്ടത്. അപ്സ്കില്ലിങ്ങിൽ നമ്മൾ ശ്രദ്ധ പതിപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ പറഞ്ഞതുപോലെയുള്ള ആശങ്കകൾ, ഇപ്പോൾ എങ്ങനെയായിരിക്കും ഫ്യൂച്ചർ എന്നുള്ളത് നമുക്ക് ആർക്കും ഒറ്റയടിക്ക് വിഭാവനം ചെയ്യാൻ ഈ പറഞ്ഞ പോലെ നമുക്ക് സാധിക്കില്ല. പക്ഷെ നമുക്ക് ഉറപ്പിച്ച് പറയാവുന്ന ഒരു കാര്യമുണ്ട്: ഇഫ് യു ഡോണ്ട് അപ്ഡേറ്റ് അവർ സെൽഫ് വിൽ ഗെറ്റ് ഔട്ട്ഡേറ്റഡ്. നമ്മളെ നിരന്തരം നവീകരിച്ചുകൊണ്ടേ ഇരുന്നില്ലെങ്കിൽ, നമ്മുടെ വിദ്യാഭ്യാസ വ്യവസ്ഥയെ നവീകരിച്ചുകൊണ്ടേ ഇരുന്നില്ലെങ്കിൽ, നമ്മുടെ കുട്ടികൾക്ക് നവീകരിക്കാനുള്ള സാധ്യതകൾ നമ്മൾ ഒരുക്കിയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ ഔട്ട്ഡേറ്റഡ് ആയി പോകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. AI ആളുകളെ റീപ്ലേസ് ചെയ്യും എന്നുള്ള ചോദ്യത്തിന് പൊതുവെ പറയാറുള്ള ഒരു മറുപടി, AI ഉപയോഗിക്കാൻ ലേൺ ചെയ്യാത്ത, പഠിക്കാത്ത ആളുകളെ അവരെ നിർബന്ധമായിട്ടും റീപ്ലേസ് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള ഒരു പാരഡൈം ഷിഫ്റ്റ് നമ്മുടെ എല്ലാ രംഗത്തുള്ള എഡ്യൂക്കേഷൻ, അപ്സ്കില്ലിംഗ് രംഗങ്ങളുടെ ആവശ്യമുണ്ട്. അതിൽ കൃത്യമായിട്ടുള്ള നയരൂപീകരണം നമുക്ക് നടത്തേണ്ടതുണ്ട്. അതിന് നമുക്ക് ലീഡേഴ്സിന് ആവശ്യമുണ്ട്. വലിയ ലീഡർഷിപ്പ് ഹോൾസ് അത്തരം മേഖലകളിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതെന്താണെന്ന് മനസ്സിലായിട്ടുള്ള ആളുകൾ വളരെ ചുരുക്കമാണ് എന്നുള്ളതാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കുന്നത്. അവിടെ നമുക്കൊരു ലീഡർഷിപ്പ് നമുക്ക് ആവശ്യമുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ അടക്കമുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണ് ഒരു എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി ഇനി നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്? ഡെഫിനറ്റ്ലി ടെക്നോളജിക്കൽ സ്കിൽസും AI സ്കിൽസും ഒക്കെ വേണം എന്നുള്ളതിനപ്പുറം ആക്ച്വലി ആളുകളുടെ സോഫ്റ്റ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നിടത്ത് മെഷീൻസിന് ഇപ്പൊ നമ്മൾ ഒരു ആർട്ടിഫിഷ്യൽ സൂപ്പർ ഇന്റലിജൻസിലോ അല്ലെങ്കിൽ ഈവൻ ആർട്ടിഫിഷ്യൽ ജനറൽ ഇന്റലിജൻസിലോ പോലും നമ്മൾ എത്തിയിട്ടില്ല. നമ്മളിപ്പോഴും ഒരു ആർട്ടിഫിഷ്യൽ നാരോ ഇന്റലിജൻസിന്റെ ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. ഇനി അവിടെ എത്തുന്നതിന് മുമ്പ് നമുക്ക് ആളുകൾക്ക് ഇപ്പോഴും റീപ്ലേസ് ചെയ്യാൻ മെഷീൻസിന് ആളുകൾ റീപ്ലേസ് ചെയ്യാൻ സാധിക്കാത്ത ഒരുപാട് ഹ്യൂമൻ സ്കിൽസ് ഉണ്ട്, ക്രിയേറ്റിവിറ്റി ഉണ്ട്, അതേപോലെ തന്നെ റെസിലിയൻസ് ഉണ്ട്, അഡാപ്റ്റബിലിറ്റി ഉണ്ട്. ഇത്തരത്തിലുള്ള ഒരുപാട് സ്കിൽസ് ഇനിയും മെഷീൻസിന് പൂർണ്ണമായിട്ടും ഇപ്പോഴും റീപ്ലേസ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. പാർഷ്യലി അവർക്ക് റീപ്ലേസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാവാം. ഈ രംഗത്ത്, ഒരു സോഫ്റ്റ് സ്കിൽ രംഗത്ത് ആളുകളെ അപ്സ്കിൽ ചെയ്യേണ്ടതും അവിടെയും നമ്മളെ സംബന്ധിച്ചിടത്തോളം ആവശ്യമാണ്. ഇത്തരം ഘടകങ്ങളിലെല്ലാം വളരെ വിശാലമായിട്ടുള്ളൊരു നയരൂപീകരണം രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ആവശ്യമുണ്ട് എന്നാണ് പറയാനുള്ളത്.